സുഹൃത്തായ അജാസിന്റെ കോളാണ് ഇന്ദുജയുടെ ഫോണിൽ അവസാനമായി വന്നത്. ഇതിന് പിന്നാലെ താൻ മരിക്കുന്നുവെന്ന് പറഞ്ഞാണ് 25-കാരി ജീവനൊടുക്കിയത്. സംഭവത്തിൽ ഭർത്താവ് അഭിജിത്ത് ദേവൻ, ഇരുവരുടെയും സുഹൃത്തായ പെരിങ്ങമല സ്വദേശി അജാസ് എന്നിവരെ പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലോട് ഇടിഞ്ഞാർ കൊന്നമൂട് കിഴക്കുംകര വീട്ടിൽ ശശിധരൻ കാണി ഷീജ ദമ്പതികളുടെ മകൾ ഇന്ദുജയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂവരും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ജീവനൊടുക്കിയതിനും 2 നാൾ മുൻപ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചെന്നാണ് അഭിജിത്തിന്റെ മൊഴി. അജാസിന്റെയും അഭിജിത്തിന്റെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഇരുവരും ഫോൺ ഹാജരാക്കിയത്. ഇന്ദുജയെ ഒഴിവാക്കാൻ അഭിജിത്ത് ശ്രമിച്ചിരുന്നതായി ചോദ്യം ചെയ്യലിൽ പോലീസിന് മനസ്സിലായി. ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു. കാട്ടാക്കട ഡിവൈഎസ്പി ഷിബു, പാലോട് CI അനീഷ് കുമാർ, SI റഹീം എന്നിവരടങ്ങിയ സംഘമാണ് കേസന്വേഷണം നടത്തുന്നത്. അഭിജിത്തിനെതിരെ ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവമേൽപ്പിക്കൽ, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകളും, അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനം, ആത്മഹത്യാ പ്രേരണാ വകുപ്പുകളും ചുമത്തി. പണം ഞങ്ങൾ തരും. അജാസും ഇന്ദുജയും അടുപ്പത്തിലായിരുന്നു. അജാസിന് ഇന്ദുജയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അന്യമതക്കാരനായതിനാൽ ബന്ധുക്കൾ എതിർത്തു. 3 മാസം മുൻപ് പുല്ലമ്പാറയിലെ ക്ഷേത്രത്തിലാണ് അഭിജിത്ത് ഇന്ദുജയ്ക്ക് താലി ചാർത്തിയത്. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. സ്വകാര്യ ലാബ് ജീവനക്കാരിയാണ് ഇന്ദുജ. അഭിജിത്തിനെ വിവാഹം കഴിച്ച ശേഷവും ഇന്ദുജയുമായി അജാസ് സൗഹൃദം തുടർന്നിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെ മറ്റൊരു ബന്ധം ഇന്ദുജയ്ക്കുണ്ടെന്ന് അജാസിന് സംശയമായി. ഇന്ദുജ മരിച്ചതിനും 2 നാൾ മുൻപ് അജാസ് കാറിൽ ശംഖുമുഖത്ത് കൊണ്ടുപോയി ഇക്കാര്യം ചോദിച്ചു. വാക്കുതർക്കത്തിനിടെ ഇന്ദുജയെ മർദ്ദിക്കുകയും ചെയ്തു. ഇന്ദുജയെ ഒഴിവാക്കാൻ അജാസ് അഭിജിത്തിനെ നിർബന്ധിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദുജയുമായി അഭിജിത്ത് വഴക്കിട്ടു, മർദ്ദിക്കുകയും ചെയ്തു. ഇതാണ് ആത്മഹത്യാ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അതേസമയം ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലും മൊഴിയിലെ വൈരുദ്ധ്യവുമാണ്. ഇന്ദുജയുടെ ശരീരത്തിലെ മുറിവുകളാണ് അന്വേഷണത്തിൽ ആദ്യം വഴിത്തിരിവായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പിന്നാലെ ഭർത്താവ് അഭിജിത്തിനെ ചോദ്യം ചെയ്തെങ്കിലും പോലീസിന് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല. വിശദമായ ചോദ്യം ചെയ്യലിലാണ് അഭിജിത്ത് അജാസിന്റെ പേര് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇയാൾക്കെതിരെ പോലീസിന് തെളിവുകൾ ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് ഇന്ദുജയുടെ ഫോൺ പരിശോധിക്കുന്നത്. ഇതിൽ അവസാനം വന്ന കോൾ അജാസിൻ്റെതാണെന്ന് പോലീസ് കണ്ടെത്തി. ഒരു ഫോൺ കോൾ വന്നയുടനെ ഇന്ദുജ മുറിയിൽ കയറി കതകടച്ചെന്നാണ് അഭിജിത്തിന്റെ വീട്ടുകാർ മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്തിനെ ചോദ്യം ചെയ്തതും.